അസ്സലാമലൈക്കും. ഇല്ല. വലൈക്കും അസ്സലാം ഉണ്ട്, പറഞ്ഞോളൂ. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. അതിന് ഞാൻ സലാം പറഞ്ഞിട്ടില്ലല്ലോ. സലാം ഞാനും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ എനിക്ക് പറയാലോ. നിങ്ങൾ അനുഭവം വേണോ? ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം. ഏത് ട്രാക്ക്? ഇസ്ലാം വിരോധം. ഇസ്ലാം വിരോധം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ ഈ കണ്ടിന്യൂ ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? കാരണം ഞാൻ മുസ്ലിം വിശ്വാസിയാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതൊന്നും അല്ല, അഴുക്കച്ചെറുക്കൻ. സലാം പറഞ്ഞാലേ മടക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമില് അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് സലാം ഇല്ല എന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താ? അതൊന്നും കാര്യമില്ല. നിങ്ങൾ 2 തവണ വിചാരിച്ചിട്ട് നടക്കാത്ത മൂന്നാമത്തിൽ നടത്താൻ പോണത്. ശരി, 30,000 തവണ വിളിച്ചിട്ടാണെങ്കിൽ ഇരുത്തും. നിങ്ങൾ 30,000 തവണ വിളിച്ചാൽ ഞാൻ ഇവിടെ കോടീശ്വരനാവും. അതാണ് ഉണ്ടാവാൻ പോണത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എന്നോട് അസ്സലാം വലൈക്കും എന്ന് പറ. പറയ്, എന്താന്ന് പറയാ? നിങ്ങളല്ലേ ഇതൊക്കെ പഠിച്ച് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. പറയ്. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ. സലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഇപ്പോ സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. റേഞ്ചിന്റെ ചെറിയ പ്രശ്നം. റേഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എനിക്ക് ശരിക്ക് കേൾക്കാം. നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ഉടായ്പൊക്കെ കയ്യിലിരിക്കട്ടെ. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം. പറയണ കേൾക്കും. ഓക്കെ, നിങ്ങൾക്കോ അറിയില്ല. ഇനി ഞാൻ പഠിപ്പിച്ചു തരുമ്പോഴെങ്കിലും പഠിച്ചിട്ട് പോവാ. ഓക്കെ, അഭിസംബോധന ചെയ്യുന്നതിനാണ്. അതൊക്കെ അവിടെ കേട്ടെ. നിങ്ങൾ ഉടായ്പൊക്കെ കൈവെക്കുക. നിങ്ങൾ ഏതായാലും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത്ര നേരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനൊരു 25 തവണ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയണ കേൾക്കാം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഈ സാധനം അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങൾ ആ നിയമമാണ് എന്റെ അടുത്ത് മുന്നിലെടുത്തത്. എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തദിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം, പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് എന്ന്. മനസ്സിലായോ കോയ? അതാ പറഞ്ഞത്, കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നൂനടിക്കുന്നതും ഭവാൻ. അല്ലേലും ജാത്യാലും തൂത്താ പോകൂലടാ.